ദിവസത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. സ്ത്രീകളുടെ ആഘോഷത്തിന്റെ ദിവസമാണിന്ന്. അവകാശങ്ങളും തുല്യതകളും ഉറപ്പാക്കുക അങ്ങനെ ഒരു ദിവസത്തിൽ ചുരുക്കേണ്ട കാര്യമല്ല. പക്ഷെ ഒരു ദിവസമെങ്കിലും നമുക്കത് ഉറപ്പായിട്ട് പറയാൻ വേണമല്ലോ, അല്ലേ? തീർച്ചയായും 1900-ന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ 1900-ങ്ങളുടെ തുടക്കത്തിൽ 1908-ൽ തുല്യവേതനത്തിന് മെച്ചപ്പെട്ട ജോലി സമയത്തിന്, അതായത് വലിയ ജോലി സമയം ഉണ്ടായിരുന്നപ്പോൾ അത് കുറച്ച് മാന്യമായ ജോലി സമയം, തുല്യ അവകാശം, വോട്ട് ഉൾപ്പെടെയുള്ള തുല്യ അവകാശത്തിന് 15,000-ഓളം സ്ത്രീകൾ തെരുവിലിറങ്ങി നടത്തിയ ഒരു പോരാട്ടമാണ് വനിതാ ദിനം എന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നത്. സാധാരണ എല്ലാവരും ഇങ്ങനെ ക്ലീശയായിട്ട് പറയാറുണ്ട്, എന്തിനാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ അന്താരാഷ്ട്ര വനിതാ ദിന പ്രഖ്യാപനത്തിന്റെ 50-ാം വാർഷികാഘോഷം ആ ഒരു സമയമൊക്കെയാണ് ഈ അതെ 1975-ലാണ് ഇത് ഒരു വനിതാ ദിന ആചരണം നമ്മൾ ആരംഭിച്ചത്. അപ്പൊ അതിന്റെയും കൂടി ഒരു അരനൂറ്റാണ്ടാവുന്ന ഒരു സമയം. ഈ തുല്യത എന്ന് നമ്മൾ ഈ രണ്ടുപേര് നിൽക്കുന്നത് തന്നെ അതൊന്ന് ശക്തമാക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ട ചില പേരുകളൊക്കെ ഉണ്ട്. അതായത് ഈ തുല്യതയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിലേക്ക് ശ്രീജ, ഏറ്റുമാനൂരിൽ 2 കുട്ടികളുമായിട്ട് മരിച്ച, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഷൈനി ഒരു ഉദാഹരണമാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച ഷൈനി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഷൈനിയുണ്ട്. 27 ദിവസമായിട്ട് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ പല മുഖങ്ങൾ ഇവിടെ മുന്നിൽ നിർത്തിക്കൊണ്ടുകൂടിയാണ് എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത്. ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മോട്ടോ ആക്സിലറേറ്റ് ആക്ഷൻ എന്നാണ്. അതായത് അപർണ ഇപ്പം ഈ പറഞ്ഞ തുല്യതയുണ്ടല്ലോ, ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എത്രയും വേഗത്തിലാക്കണം എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം. ആ സന്ദേശത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളും സഞ്ചരിക്കുന്നത്. ആക്സിലറേറ്റ് ആക്ഷൻ, തുല്യതയിലേക്ക്, തുല്യ അഭിമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ സ്ത്രീകൾക്ക് എത്താൻ കഴിയട്ടെ. അതിന് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന് പിന്തുണ തരാനും പറ്റണം. നിർഭാഗ്യവശാൽ ഈ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ 129-ാം സ്ഥാനമൊക്കെയുള്ള ഒരു രാജ്യമാണ് സ്വാഭാവികമായിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയെങ്കിലും മുകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ 129 എന്നൊക്കെ പറയുമ്പോൾ അത് ഭീകരമാണ് ആ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ ആശങ്കയൊക്കെ വിട്ട് നമ്മൾ ആദ്യം ഒരു സെലിബ്രേറ്റിംഗ് മൂഡിലേക്കാണ് പോകുന്നത്. എല്ലാം ഉണ്ട് ഇതിൽ. ആഘോഷമുണ്ട്, നിരാശയുണ്ട്, പിന്തള്ളപ്പെട്ടവരുടെ കഥയുണ്ട്, മുന്നേറിയവരുടെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന കഥകളുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ. ഈ വനിതാ ദിനം എവിടെ തുടങ്ങണം? അതൊരു വലിയ ചോദ്യമല്ലേ. ഈ പറഞ്ഞതുപോലെ പല പല ഘടകങ്ങൾ, നമ്മളിപ്പോ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പം എവിടെ തുടങ്ങണം? അതിരാവിലെ എന്നുള്ളൊരു വ്യത്യാസം പോലും ഇല്ലാതെ ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീകൾ തൊട്ട് വേണം പറയാൻ. അങ്ങനെയാണല്ലോ കാണിക്കേണ്ടത്. അവിടെയാണല്ലോ എങ്ങനെയാണ് ഈ വനിതാ ദിനം അവരറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പോലും ഉണ്ടല്ലോ. എനിക്ക് സമൂഹത്തിൽ ഏറ്റവും പവർഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകൾ ആരാന്നറിയോ? അത് നമ്മുടെ ഈ കടൽ തീരത്തെ ചേച്ചിമാരാണ്. പുലർച്ചെ ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ, ഞങ്ങൾക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഡ്യൂട്ടി വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ദിവസവും മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണും 3:30 എണീറ്റ് പാത്രവുമായി റോഡിലൂടെ പോകുന്ന ചേച്ചിമാരെ കാണാറുണ്ട്. അത് തുറയിലെ ചേച്ചിമാരാണ്. ശക്തരിൽ ശക്തർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോ കണക്ക് ശരിയാണോന്ന് അറിയില്ല എങ്കിൽ പോലും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു പക്ഷെ അത് ഈ ടേബിളിൽ വെച്ച് നോക്കുമ്പോൾ കുറവുള്ള സ്ഥലമാണ്. കുറവുള്ളത് എന്ന് പറയുന്നത് ഇത്രയും ബോൾഡ് ആയതുകൊണ്ടാണ്. എനിക്കറിയാം എന്നെ നോക്കാൻ എന്ന് പറയുന്നിടത്താണല്ലോ ഈ രാവിലെ 3:30 ഒരു മടിയില്ലാതെ അവർക്ക് പുറത്തു പോകാൻ പറ്റുകയും. അപ്പൊ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട്. അത് വലിയ തുറയിൽ നിന്നാണ്. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരമേഖലകളിലൊന്നാണ് വലിയ തുറ. അവിടുത്തെ ചേച്ചിമാരൊക്കെ രാവിലെ തന്നെ സജീവമാണ്. അവരുടെ സ്ഥിരം പോരാട്ട ഭൂമിയിൽ തന്നെ ഉണ്ട്. ഷംന, ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ ഷംന. അവിടെയുള്ള ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ വലിയ തുറയിലുണ്ട്. അവിടെയുള്ള ചേച്ചിമാര് എല്ലാം ഈ സമയം എന്ന് പറയുന്നത് നല്ല നല്ല തിരക്കുള്ള സമയമായിരിക്കും, അല്ലെ? ഈ അന്താരാഷ്ട്ര വനിതാ ദിനമാണ് എന്ന് പറയുമ്പോൾ അതിന് പോലും ചിലപ്പോൾ കേൾക്കാൻ പോലും സമയമില്ലാത്തൊരു തിരക്കിലായിരിക്കും ചേച്ചിമാരൊക്കെ. വലിയ തിരക്കില്ലാത്ത ഏതെങ്കിലും ചേച്ചിമാരുടെ അടുത്ത് നൈസായി പോയിട്ട് ചീത്തയൊന്നും കേൾക്കാതെ, അവരുടെ പണിയെ ബുദ്ധിമുട്ടിച്ച് അവരുടെ നല്ല ചീത്ത കേൾക്കും.
അപ്പോൾ അതൊന്നും ഇല്ലാതെ അവരോട് ഈ വനിതാ ദിന എല്ലാ ദിനവും അവർക്ക് പോരാട്ടത്തിൻ്റെയാണ്. പക്ഷേ പോരാടി നേടി അവരുണ്ടാക്കിയ ഒരു സ്പേസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ തീരത്തൊക്കെ സ്ത്രീകൾ ആണ് പവർഫുൾ, മറ്റവരൊക്കെ അവർ പറയുന്നത് കേട്ട് അനുസരിച്ചൊക്കെ സുഖം അങ്ങനെ മയത്തിലൊക്കെ നിൽക്കുക ചെയ്യുക. അപ്പൊ അവരോടൊന്ന് അന്വേഷിക്കൂ, ഈ വനിതാ ദിനമായിട്ട് അവർക്ക് വനിതാ ദിനം അവർക്ക് ഏതൊരു ദിവസം പോലെയാണ്, പക്ഷെ നമ്മൾ അവരോട് പറയേണ്ടതുണ്ട് ഒരു ഹാപ്പി വിമൻസ് ഡേ. ഒന്ന് പോയി പറഞ്ഞു വരൂ. തീർച്ചയായും. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല മഴയാണ്. ഞാൻ വേറൊരു ഫ്രെയിമിലൊക്കെ നിന്ന് സെറ്റ് ആയതായിരുന്നു, പക്ഷെ നല്ല മഴയാണ്. അപ്പൊ നമ്മള് ചേച്ചി ഇന്ന് വനിതാ ദിനാണ്, അറിഞ്ഞായിരുന്നോ? ഓ അറിയാം. ഹാപ്പി വുമൻസ് ഡേ. ഞാൻ പഠിച്ചിട്ടില്ല. വനിതാ ദിന ആശംസകൾ. എത്ര കാലം ഇപ്പോ ഇവിടെ മീൻ? ഇവിടെ 16 വർഷമായി ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. 17 കൊല്ലം പാളയം ചന്തയിൽ ഞാൻ എന്റെ അനിയത്തിയും കച്ചവടം ചെയ്തു. ഇവിടെ ഞങ്ങൾ കട പിടിച്ചിട്ട് 15 വർഷമായി. ഇന്ന് രാവിലെ 5 മണിക്ക് ഞങ്ങൾ ഇവിടെ കയറും. കയറി 6-6:30 ആകുമ്പോ മീൻ എടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ തൊഴിലാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്കിപ്പോ നഷ്ടമാ മോളെ. ഇവിടെ ഒരു കൂട്ടം മീനല്ല 6000-5000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ അയില വിൽക്കുന്നത് 4 അയില 100 രൂപ. വലിയോറ കടപ്പുറത്തെ മീനേ ഇവിടെ വിൽക്കാനൊക്കെ ഉള്ളു. ഐസ് മീനൊന്നും വിൽക്കത്തില്ല. ഇവിടെ അണയ്ക്കുന്ന മീനെ വിൽക്കണം. പൂന്തറയിൽ നിന്ന് എടുത്തുകൂടാ, വിഴിഞ്ഞത്ത് നിന്ന് എടുത്തുകൂടാ, പെരുമാറിൽ നിന്ന് എടുത്തുകൂടാ. ഈ വലിയോറ തുറമുഖത്തുള്ള വള്ളത്തിന്റെ മീൻ ഇവിടെ നിന്ന് എടുക്കണം. അവർ വയ്ക്കുന്നതാണ് ചട്ടം. അവര് 10,000 രൂപ ഒരു കൂട്ട കടവയ്ക്ക് പറഞ്ഞാൽ ഞങ്ങളെ സ്ത്രീകള് 10,000 രൂപയ്ക്ക് എടുത്തിരിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം മോളെ, ഒന്നും കിട്ടുന്നില്ല. ഞങ്ങൾ കയ്യിൽ നിന്ന് പലിശയ്ക്ക് എടുത്തെടുത്ത് ഇതാണല്ലോ തൊഴില്. ഇവിടെ നഷ്ടത്തിന് വെച്ചു കൊടുക്കുന്നു. ലേലം വിളിക്കുന്നവരുടെ ചട്ടമാണ് ഇവിടെ നടക്കുന്നത്. പള്ളിയിലെ കമ്മിറ്റിക്കാരുടെ ചട്ടമാണ് നടക്കുന്നത്. ഇവിടെ കൂടുതലും വനിതകളാണല്ലോ ചേച്ചി. വനിതകള് എല്ലാം ഇവിടെ 100 അമ്മമാരുണ്ട്. 100 അമ്മമാർക്ക് നഷ്ടത്തിന്റെ പട്ടികയിലേ ഉള്ളു. ആരും മരിച്ചിരിക്കുള്ള പൈസ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. പണ്ടല്ല ഞങ്ങൾക്ക് നല്ല പൈസ കിട്ടിക്കൊണ്ടിരുന്ന്, നല്ല ഫ്രഷ് മീനായിരുന്നു, വില കുറവായിരുന്നു. ഇന്ന് ഇതിനൊരു കൂട്ട 90 അയിലേക്ക് ഇവിടെ മേടിക്കുന്ന 5000-6000 രൂപ. എത്ര മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ കച്ചവടമൊക്കെ കഴിയും? രാവിലെ കിട്ടുന്ന മീൻ വിൽക്കുന്നവര് വീട്ടിൽ വെക്കേണ്ടിരിക്കും. അങ്ങനെ വിൽക്കുന്നവര് അവരവരെ ഭവനത്തിൽ പോകും. വിൽക്കാത്തവര് 8 മണി വരെ ഇവിടെ കിടക്കാം. 8 മണി കഴിഞ്ഞാൽ ഇവിടെ വിൽക്കൂല. ഈ വുമൻസ് ഡേ ആയിട്ട് എന്താ ഇത് കണ്ടോണ്ടിരിക്കുന്ന അമ്മമാരോടും ചേച്ചിമാരോടൊക്കെ എന്താ പറയല്ലേ? ഞങ്ങളുടെ സങ്കടം തന്നെ പറയണം. ഇവിടെ പുറയിൽ വരണം. ഓൾറെഡി മീൻ വരുന്നതല്ല ഐസ് മീനാണ്. അവർ ഞങ്ങളുടെ തട്ടിൽ വന്ന് 3000 പിടിച്ച് അവിടെ ഇരിക്കുന്ന സാർമാർക്ക് ഇട്ട് കൊടുക്കും. കടപ്പുറത്ത് ഫ്രഷ് മീനാണെന്ന് അവർ കൊടുക്കുന്നതെല്ലാം പാങ്ങോട് മീൻ, ഗുജറാത്ത് പാങ്ങോട് മീൻ. ഇടപ്പഴഞ്ഞിലുള്ള മീനാണ് കൊടുക്കുന്നത്. ഈ തുറയിലുള്ള മീനെ ഞങ്ങളുടെ വലിയ തുറ തട്ടിൽ വിൽക്കത്തുള്ളു. സഹോദരങ്ങള് സാർമാരെല്ലാം പണ്ട് വലിയ തുറ വന്നാ വാങ്ങിയത്. ഇപ്പൊ ഒരു സാർമാര് വരുന്നില്ല. ഈ ഓൾറെഡി ഐസ് മീൻ വെട്ടി ക്ലിയർ ആക്കി കൊണ്ട് കൊടുക്കുന്നു. അവരത് വാങ്ങുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് സാർമാരിനോടെയും ചേച്ചിമാരിനോടെയും. അവർ ഈ തുറയിൽ ഇറങ്ങി വന്ന് കടപ്പുറം മീൻ വാങ്ങണം അവരെ മക്കൾക്ക്. തീർച്ചയായും. അപ്പൊ ഈ വുമൻസ് ഡേയുടെ അന്ന് ചേച്ചി പറഞ്ഞത് എല്ലാരും കേട്ടിട്ടുണ്ടാവും. വിഷമങ്ങളൊക്കെ മാറട്ടെ. എല്ലാ സാർമാരും ഇവിടെ വരണം. പണ്ട് വന്നതുപോലെ വന്ന് എല്ലാ സഹോദരങ്ങളെയും കടപ്പുറത്തെ മത്സ്യം വാങ്ങണം. കടപ്പുറത്തെ മത്സ്യമല്ല കൊടുക്കുന്നത്. ഈ ഓൾറെഡി പാർട്ടി എല്ലാം കൊടുക്കുന്നത് ഐസ് മീൻ പാങ്ങോട് ഇഴപ്പഴഞ്ഞി മീനാണ് കൊടുക്കുന്നത്. ഇവിടെ 1000 രൂപയാണ് നമ്മീന് കടലിൽ നിന്ന് ഫ്രഷോടെ പിടിച്ചോണ്ട് വരുന്നത്. ഇടപഴഞ്ഞി മീൻ കൊടുക്കുന്നത് 650. അത് അടുക്ക മീനാ, ഇമോണിയം ചേർന്ന മീനാ. സ്പിരിറ്റ് ചത്തപ്രേതത്തിന് ഒഴിക്കുന്ന സ്പിരിറ്റ് ഒഴിച്ചു വെച്ചേക്ക് ആ മീൻ വടി പോലെ ഇരിക്കും. അതാണ് പാങ്ങോട് മീന്. വലിയ തുറമുഖത്തെ മീൻ ഒറിജിനൽ മീനാ. അതുകൊണ്ടാണ് ഞങ്ങൾ 10,000 രൂപ മീൻ എടുക്കുന്നത്. ശ്രീജ, തന്നെയാണ് ഇവര് രാവിലെ വന്ന് ഇവരുടെ ഒരു എത്ര മണിക്ക് അവിടെ എത്തും? ഇവരുടെ ഒരു ഡെയിലി റുട്ടീൻ ഒന്ന് ചോദിച്ചു നോക്കോ. രാവിലെ എത്ര മണിക്കാണ് ഇവർ അവിടെ വരുന്നത്? എന്നിട്ട് എങ്ങനെ അവരുടെ ഒരു ദിവസം തുടങ്ങണം? അവരുടെ ഒരു റുട്ടീൻ ചോദിച്ചു നോക്കോ. തീർച്ചയായും. ചേച്ചി നമ്മളോട് സംസാരിക്കാൻ പോലെ ഇത് വനിതാ ദിനാണ്, അറിഞ്ഞായിരുന്നോ? വനിതാ ദിനാണ്, അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നോ? ഹാപ്പി വുമൻസ് ഡേ. എത്ര മണിക്ക് വരും രാവിലെ ഇവിടെ? 6 മണിക്ക് വരും. നിങ്ങളെ കാര്യങ്ങൾ എങ്ങനെ? രാവിലെ എപ്പോ വീട്ടിൽ നിന്ന് വരും? ഇവിടെ എങ്ങനെ എത്ര മണിക്ക് മീൻ എടുക്കും? എങ്ങനെയാ ദിവസത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുമോ? എപ്പോ വരും രാവിലെ വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് 6 മണിക്ക് വരും. മീൻ എപ്പോഴാണ് എടുക്കുക? മീൻ കിട്ടി എപ്പോഴും കിട്ടും അപ്പോഴെടുത്ത് വെച്ച് വിൽക്കും. തിരിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ
മീന് തീരുമ്പോഴേ തന്നെ പോകും. എപ്പോഴെന്ന് പറയാൻ പറ്റും. എപ്പോഴാണോ തീരുന്നത് അപ്പോഴേ വീട്ടിൽ പോകും. അപ്പോഴേ പോവുള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോ അതിന് പോയിട്ട് തന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതം അങ്ങനെ പോയില്ലേ. ശ്രീജ, നമുക്ക് ഒരുപാട് ഇവിടെ ഈ മൊത്തം കൂടുതലും നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ തന്നെ 100ഓളമൊക്കെ വനിതാ വിൽപ്പനക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചേച്ചിമാര്, ചേച്ചി എത്ര വർഷമായി ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ട് മോളെ ഇപ്പൊ കൊറോണയ്ക്ക് മുൻപേ വന്നതാണ്. അപ്പൊ കൊറോണ വന്നിട്ട് പോയപ്പോൾ എത്ര വർഷമായെന്നുള്ള അറിയാമല്ലോ. അതിന് ശേഷം തൊട്ട് ഇവിടെ തന്നെ ഈ വെറിച്ച വെയിൽ, അടിക്കുന്ന കാറ്റും പെയ്യുന്ന മഴയത്തും തന്നെയാണ് നമ്മുടെ ഇരിപ്പ്. ഒരു കുട മേടിച്ച് വെച്ച് കഴിഞ്ഞാലും കാറ്റടിക്കുമ്പോൾ കുട അങ്ങ് പോകുന്നു. ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ മക്കളെ ഒരു 200-300 രൂപ കിട്ടും. അതുകൊണ്ട് നമുക്കൊരു വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടുപാട് കഴിയാൻ പറ്റൂല. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കിടക്കുന്നവരും രോഗികളാണ് മക്കളെ. അപ്പൊ ആ രോഗിക്ക് ഗുളിക മേടിക്കാൻ പറ്റുമോ? നമുക്കൊരു ചായ ഇട്ട് കുടിക്കാൻ പറ്റുമോ? അല്ല നാഴി അരി മേടിച്ച് കഞ്ഞി വയ്ക്കാൻ പറ്റുമോ മോളെ? ഇവിടെ ആണെങ്കിൽ മീനിന്റെ വില ഭയങ്കര അസാധ്യ വിലയാണ്. രാവിലെ എപ്പോ വരും വീട്ടിൽ നിന്ന്? ഞാൻ ഒരു 6:30 ആകുമ്പോ വരും മോളെ. മീൻ എപ്പോ കിട്ടും? ഫസ്റ്റ് മീൻ എപ്പോഴാ കിട്ടുക? നമ്മൾ അതിനു വേണ്ടി പോകൂല മോളെ. 6000-7000 രൂപ വിൽക്കുമ്പോ മീൻ എടുക്കാനൊന്നും പോകൂല. വില ഇത്തിരി കുറഞ്ഞു കിട്ടുമെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ നേരെ പകല് ഈ ചരുവ എടുത്തോണ്ട് വീട്ടിൽ പോകും. അല്ലാതെ ഇവിടെ തന്നെ ഇരിക്കണം, ഈ വെയിലും കൊണ്ടുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ കുടയൊക്കെ നമ്മുടെ അല്ല, വേറെ ഒരാളുടെ കുട മഴ വന്നപ്പോൾ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ രോഗികളുണ്ട്. എന്റെ ഭർത്താവ് തളർവാദം പിടിച്ച് കൈയും കാലും വീണ് കിടക്കുന്ന ഒരു വ്യക്തിയാണ് മക്കളെ. അല്ലാതെ നമ്മുടെ വീട്ടിൽ നോക്കാനും എടുക്കാനും ആരും ഇല്ല. ഇന്ന് വനിതാ ദിനാണ്, അറിഞ്ഞായിരുന്നോ? ദേശീയ വനിതാ ദിനാണെന്ന്. ഓ അത് ശരി. അറിഞ്ഞൂടാ. താങ്ക് യു പൊന്നുമോളെ. അറിഞ്ഞതിന് വളരെയധികം താങ്ക് യു.